എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്തിടയിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായ ഒരു സംഭവമുണ്ടായി. അതെന്നെ ആകെ മനസ്സുലച്ചു. അത് പ്രിയപ്പെട്ട നവാസിൻ്റെ മരണമായിരുന്നു. ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവരും അതിലെ മെമ്പേഴ്സായിരിക്കാം. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എല്ലാം അതിൽ ധാരാളം മെമ്പേഴ്സുണ്ട്. ഒത്തിരി സന്നദ്ധ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. പ്രിയപ്പെട്ട വിനോദ് പണിക്കരാണ് അതിൻ്റെ അഡ്മിൻ. വിനോദ് എൻ്റെ ക്ലാസ്മേറ്റാണ്, നല്ല കൂട്ടാണ്. ഇന്നും പല കാര്യങ്ങളും വിളിച്ചു ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് വിനോദും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ മോള്, അവൾ ഭാവൻസി പഠിക്കുന്ന സമയം മുതൽ അവൾക്ക് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഭാവൻസ് ആദർശയിലാണ് പഠിച്ചത്. അവൾ ആ സ്കൂളിൽ നിന്ന് കുട്ടികളെ ഈ വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോകും. അതുപോലെ പഴയ വസ്ത്രങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൊടുക്കും. അതൊക്കെ കണ്ടിട്ട് മോൾക്കതൊക്കെ ഭയങ്കര സങ്കടമാണ്. ഇവരെയൊക്കെ സഹായിക്കാൻ വളരെ ഇഷ്ടമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നവൾ എൻ്റെ കൂടെ ഇല്ല. അവളുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ കൂടെ. പെട്ടെന്ന് നവാസിൻ്റെ മരണം കേട്ടപ്പോൾ മോളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. അങ്ങനെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഇവൾക്ക് പാവങ്ങളെ സഹായിക്കാൻ വളരെ ഇഷ്ടമാണ്. അന്ന് ഇതുപോലെ 2015-16 സമയത്തെ കാര്യമാണ്. അന്ന് ഇതുപോലെ ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയാസൊക്കെ ഉണ്ടെങ്കിലും ഇത്ര സജീവമല്ല. ഞാൻ വിനോദിനെ വിളിച്ചു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ പറഞ്ഞു, പിന്നെ നവാസിനെ ഏൽപ്പിച്ചാൽ മതി. നവാസിൻ്റെ അഡ്രസ്സും ഒക്കെ തന്നു. അങ്ങനെ ഞാനും മോളും കൂടെ നവാസിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ മോൾക്ക് നേരിട്ട് തന്നെ കൊടുക്കണം, അതാണ് ആഗ്രഹം. അപ്പോൾ അവൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കും. എല്ലാം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് വായിക്കുന്നത്. ചെറുകഥകളും നോവലുകളും എല്ലാം വായിക്കും, എഴുതും. പക്ഷെങ്കിൽ അത് നമുക്ക് വായിക്കാൻ പ്രയാസമാണ്, കേഴ്സീവിൽ എഴുതുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും മോളും കൂടെ ചങ്ങനാശ്ശേരിയിൽ നവാസിൻ്റെ കടയിൽ പോയി. ചെരുപ്പ് കടയാണ്, ധാരാളം ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ചെരുപ്പ് ഭയങ്കര വീക്ക്നെസ്സാണ് അവൾക്ക്. അതുകൊണ്ട് ആ കട പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളവിടെ പൈസ ഏൽപ്പിക്കും. അവളുടെ കളക്ഷൻ അല്ലേ, വലിയ തുകയൊന്നുമല്ല, ചെറിയ തുകകളാണ്. ഞാൻ കൊടുക്കുന്നതും അവളുടെ അച്ഛൻ കൊടുക്കുന്നതും അവൾക്ക് വിഷു കൈനീട്ടം കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ചെറിയ തുകകളാണ്. അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ നമ്മളൊന്ന് പങ്കുചേരുന്നു, അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ മോളെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ നവാസുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ എന്തിന് ചിലവാക്കി എന്നൊക്കെയുള്ളത് നമ്മളെ വിളിച്ച് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു സൗഹൃദം കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് നവാസിൻ്റെ മരണം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മോളുടെ ഓർമ്മകൾ വല്ലാതെ ഇളകി വന്നു. പെട്ടെന്നുള്ള മരണങ്ങൾ ഒരു കുടുംബത്തിന് താങ്ങാൻ വളരെ പ്രയാസമാണ്. ഞാനത് അനുഭവിച്ചതുകൊണ്ട് എനിക്കതറിയാം. ഞങ്ങളുടെ ആ വിഷമഘട്ടങ്ങളിലെല്ലാം വിനോദാണ് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടു വന്നവരിൽ വിനോദും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
അങ്ങനെ ആ ഓർമ്മകളെല്ലാം പെട്ടെന്ന് സടകുടഞ്ഞ് ഉണർന്നു. അപ്പോൾ അതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അത് വീണ്ടും ഉയർന്നു വരുമ്പോൾ, അത് നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസമാണല്ലോ. രണ്ടായിരത്തി 2018 വെള്ളപ്പൊക്കത്തിൽ, അതുപോലെ എടുത്തു പറയാവുന്ന പല സന്നദ്ധ പ്രവർത്തികളിൽ, സാമൂഹിക പ്രവർത്തികളിലെല്ലാം നവാസ് മുൻനിരയിൽ തന്നെ കാണുമായിരുന്നു. പ്രിയപ്പെട്ട നവാസിന് ആദരാഞ്ജലികൾ. ആ കുടുംബത്തിന് അത് താങ്ങാനുള്ള ശക്തി ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ.